ഹലോ ഫ്രണ്ട്സ്, സോ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ. സോ നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഒരു ഓവറോൾ ഐഡിയ ആ ഒരു സബ്ജക്റ്റിനെ പറ്റി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റ് 1 ആണ് കേട്ടോ. സോ അണ്ടർസ്റ്റാൻഡിങ് ടൂറിസം എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റ് 1 ആയിട്ട് വരുന്നത്. സോ അത് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്താണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ടു ഡിഫൈൻ ടൂറിസം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ടൂറിസം ഇൻഡസ്ട്രി. ദെൻ ടു ഡിഫൈൻ എ ടൂറിസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് ഡെസ്റ്റിനേഷൻ. Then push and pull forces in tourism, special interest tours and alternate tourism. ഇതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കും. Then to explain the different forms and types of tourism along with certain future trends. Then analyze the factors that influence the demand for tourism as well as the decision making process for individuals. So ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. നമുക്കറിയാം ടൂറിസവും ടൂറിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട്. സോ നമുക്കറിയാം ടൂറിസം എന്ന് പറയുന്നത് എന്താ നമുക്കറിയാലോ, നമ്മളെല്ലാവരും ടൂർ പോയിട്ടുള്ളവരാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒരു സമയം നമ്മളെ ടൂർ പോകുന്ന സമയത്ത് ഒരു ടൂറിസ്റ്റുമായി മാറിയിട്ടുണ്ട്. സോ ആ ഒരു ടൂറിസവും ടൂറിസ്റ്റ് എന്നൊക്കെ പറയുന്ന ടേംസ് എല്ലാം കണക്റ്റഡ് ആണ്. സോ ഒരു എന്താ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ടൂറിസം അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് ബന്ധമുള്ള മറ്റുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. ടൂറിസം ഫിനോമിനൻ. സോ നമ്മൾ ടൂറിസം എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാവരും നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ടൂർ പോയത്? ഒരു പ്ലഷർ ഹോളിഡേയ്സ് അല്ലെ. നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ വെക്കേഷൻ ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ടൂറൊക്കെ പോവുക. സോ വെക്കേഷൻ നമ്മള് ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് അല്ലെ, ഒരു അടിച്ചു പൊളിക്കാനായിട്ട് നമ്മൾ പോവാറുണ്ട്. അല്ലാതെയും നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്യാറുണ്ട്. പല രീതിയിലും നമുക്ക് ആ ഒരു ട്രാവലിംഗ് വരാറുണ്ട്. സോ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കുറച്ചു കാലം മീൻസ് ഒരുപാട് മാസക്കണക്കിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. ഒരു 5-6 ദിവസത്തിനെങ്കിലും നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോഴാണ് അതൊരു ടൂറായിട്ട് മാറുന്നത്. സോ ഒരു നോർമൽ പ്ലേസ് ഓഫ് വർക്ക് അല്ലെ, നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ ഡെയിലി നമ്മൾ ജോലിക്ക് പോകുന്നവരും വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ബ്രേക്ക് വേണം എന്നൊക്കെ തോന്നും. അപ്പൊ ഒരു നോർമൽ ലൈഫിൽ നിന്ന് മാറിയിട്ട് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ടെമ്പററി വിസിറ്റിന് വേണ്ടിയിട്ട് മറ്റുള്ള പ്ലേസിലേക്ക് പോകുമ്പോഴാണ് അതൊരു ടൂറിസം ആയിട്ട് മാറുന്നത്. സോ ഒരു എൻജോയ്മെന്റിന്റെ ഒരു ഭാഗമായിട്ടാണ് അത് വരുന്നത്. സോ നമ്മൾ എന്തൊക്കെ നോക്കിയിട്ടാ പോവുക? നമ്മൾ കൾച്ചേഴ്സ് അറിയാൻ പോകും, ലാൻഡ്സ്കേപ്പ് നോക്കിയിട്ടില്ല, ഇന്ന സ്ഥലങ്ങൾ നല്ലതാണ്, അവിടെ കാണാൻ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടൂർ പോവാറുണ്ട്. ലൈഫ് സ്റ്റൈൽസ് അറിയാൻ പോവാറുണ്ട്, മറ്റുള്ള ആൾക്കാരെയും അവരുടെ ഭാഷകളൊക്കെ പഠിക്കാനും നമ്മൾ പോവാറുണ്ട്. അങ്ങനെ പല രീതിയിലും ടൂറിസം നടക്കാറുണ്ട്. സോ ഒരു ഡെഫിനിഷനിലുള്ള ഒരു എക്സ്പ്ലനേഷൻ പോലെ പറയുന്നുണ്ട്. ടൂറിസം എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് സോഷ്യൽ ഫിനോമിനൻ ഇൻവോൾവ്സ് എ ടെമ്പററി ബ്രേക്ക് വിത്ത് നോർമൽ റുട്ടീൻ അല്ലെ. നോർമൽ റുട്ടീനിൽ നിന്ന് ഒരു ടെമ്പററി ബ്രേക്ക് ആണത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഗേജ് വിത്ത് എക്സ്പീരിയൻസസ് ദാറ്റ് കോൺട്രാസ്റ്റ് വിത്ത് എവറിഡേ ലൈഫ് വിത്ത് മൺഡെയിൻ അല്ലെ. അതായത് നമ്മള് സ്ഥിരമായിട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ഷോർട്ട് ടേം വിസിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള എവിടെയെങ്കിലും പോയി അവരുടെ കാര്യങ്ങളൊക്കെ പഠിക്കുക മീൻസ് അത് നമുക്ക് അതൊക്കെ ഒന്ന് അറിഞ്ഞ് ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടി ചെയ്യുന്നതാണ് ടൂറിസം എന്ന് പറയുന്നത്. ദെൻ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ടൂറിസം ഇൻഡസ്ട്രി ആണ്. അപ്പൊ ഈ ടൂറിസം എന്ന് പറയുന്നത് നമുക്കറിയാം പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതൊന്നല്ല അല്ലെ. അപ്പൊ പണ്ട് അതിന്റെ ആ ഒരു ബേസിക് ആയിട്ട് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. സോ 1772 വേർഡ് ടൂറിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ആദ്യമായിട്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ടൂറിസം എന്ന് പറയുന്നത് കം ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ വേർഡ്സ് ഫോർ സർക്കിൾ ആൻഡ് ടേൺ എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന ലാറ്റിൻ വേർഡ്സ് നിന്നാണ് ടൂറിസം എന്നുള്ള ആ ഒരു വാക്ക് വന്നിട്ടുള്ളത്. സർക്കിൾ ആൻഡ് ടേൺ എന്നൊക്കെ പറയുന്നത് നമ്മളൊന്ന് ചുറ്റിത്തിരിയുക എന്നുള്ള ഒരു അർത്ഥം വരുന്ന ഒരു മീനിങ് ആണ്. സോ ട്രാവലിംഗ് അവേ ഫ്രം ഹോം ആൻഡ് റിട്ടേണിംഗ് അല്ലെ, പോയി തിരിച്ചു വരിക. അപ്പൊ അതാണ് ഒരു സർക്കിൾ ആൻഡ് ടേൺ എന്നുള്ള ഒരു രീതിയിൽ അത് പറഞ്ഞു. ഇനി ആൻഷ്യൻ ടൈംസിലൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ആഹാരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ആ ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റില്ല എന്നാവുമ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ നോക്കും. സോ ആ ഒരു ഡേഞ്ചർ, ഇപ്പൊ യുദ്ധം നമ്മൾ പേപ്പറിലൊക്കെ കാണാറുണ്ട്, യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ പലായനം ചെയ്ത് പോണവരെയൊക്കെ നമ്മൾ അഭയാർത്ഥികളായിട്ട് വരുന്നവര്. സോ അങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ ഫുഡിന് വേണ്ടി പോകുന്നുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാനായിട്ട് തുടങ്ങിയത്. സോ അതൊക്കെയാണ് ഒരു ആദ്യത്തെ ഒരു ടൂറിസത്തിന്റെ ഒരു, പക്ഷെ അത് എൻജോയ്മെന്റിന് വേണ്ടി പോകുന്നതല്ല, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എന്നാലും
അതായിരുന്നു ഒരു ട്രാവലിങ്ങിന് സ്റ്റാർട്ടായി വന്നത്. സോ ഒരു ആൻഷ്യൻ ടൈംസിൽ അങ്ങനെയായിരുന്നു. പിന്നെ ഒരു റോമൻ എംപയർ കാലഘട്ടം വന്നപ്പോ ഒരു ലിഷറിന് വേണ്ടിയിട്ട്, മറ്റേത് ആവശ്യങ്ങൾക്കായിരുന്നു, ഇതിന്റെ ഒരു എൻജോയ്മെന്റിന് ലിഷറിന് വേണ്ടിയിട്ടും കൂടി ട്രാവലിംഗ് നടത്താം എന്നുള്ള ഒരു ഫോമിലേക്ക് വന്നത് റോമൻ എംപയർ കാലഘട്ടത്തിലാണ്. സോ ആ സമയത്ത് ഒരു സേഫ് റോഡ് സിസ്റ്റവും അതുപോലെ റെസ്റ്റിംഗ് പ്ലേസ് ഒക്കെ വരാനായിട്ട് തുടങ്ങി. ദെൻ മിഡിൽ ഏജസ് ഒക്കെ എത്തിയപ്പോ ജെറുസലേം, റോം, സാന്റിയാഗോ അങ്ങനെയുള്ള ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള അല്ലെ പിൽഗ്രിമേജ് എന്നൊക്കെ പറയും നമ്മള്, എന്താ ആരാധനാലയങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുന്ന, അങ്ങനെ ആ ഒരു തീർത്ഥാടനം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ദെൻ 18th സെഞ്ചുറി ആയപ്പോ ഗ്രാൻഡ് ടൂർ എന്നിട്ടുള്ള പറയുന്ന ആ ഒരു സംഭവം പോപ്പുലർ ആവാൻ തുടങ്ങി. ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിലെ കുറച്ച് സ്ഥലം വിസിറ്റ് ചെയ്യുന്നതിനെയാണ് ആ ഒരു ഗ്രാൻഡ് ടൂർ എന്ന് മെയിൻ ആയിട്ട് പറയുന്നത്. സോ ബ്രിട്ടീഷുകാരാണ് കേട്ടോ മെയിൻ ആയിട്ട് ഈ ടൂറിസം എന്നുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരുപാട് ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നത്. ദെൻ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസിന് വേണ്ടിയിട്ടും പോകാൻ തുടങ്ങി അല്ലെ. ഇപ്പൊ നമ്മള് എഡ്യൂക്കേഷണൽ ടൂർ ഒക്കെ നടത്തുന്നുണ്ടല്ലോ, സ്റ്റഡി ടൂർ പോലെയൊക്കെ. ദെൻ 1950s ആയപ്പോ എയർ ട്രാവൽ ഈസിയാണ്, അതായത് ഫ്ലൈറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി എല്ലാവരും ഒരുപാട്. സോ അത് ഫ്ലൈറ്റ് വന്നപ്പോ എന്താ എല്ലാ നാടുകൾക്കും നമുക്ക് പോകാൻ എളുപ്പമായി തുടങ്ങി. ഇനി അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം എത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് എന്താ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നമ്മൾ പറഞ്ഞ പോലെ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഇതുവരെ ആരും പോവാത്ത സ്ഥലങ്ങളിൽ പോലും ഇപ്പൊ തിരക്ക് വന്ന് അവിടെ എല്ലാം ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ട് മാറി. സോ അങ്ങനെ ഇന്ന് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് ടൂറിസം നടത്തുന്നുണ്ട് അല്ലെ. നമ്മൾ കുറച്ച് ടൂറിസം റിലേറ്റഡ് ടെർമിനോളജീസ് ആണ് നോക്കുന്നത്. സോ ടൂറിസം എന്ന് പറയുന്നത് UNWTO അക്കോർഡിംഗ് ടു ദം എന്താണ്, ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ്, നേരത്തെ പറഞ്ഞ ഒരു ഡെഫിനേഷൻ പോലെ തന്നെയാണ്, ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ അവേ ഫ്രം ദർ നോർമൽ പ്ലേസ് ഓഫ് റെസിഡൻസ് അല്ലെ ആൻഡ് വർക്ക് ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 24 hours ആൻഡ് നോട്ട് മോർ ദാൻ 1 year. അപ്പൊ അവര് നോർമൽ ലൈഫ് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പോവാണ് മോർ ദാൻ 24 hours, 24 ഒരു ദിവസത്തിൽ കൂടുതലെങ്കിലും നമ്മൾ ആ പോയ സ്ഥലത്ത് നിൽക്കണം. പക്ഷെ 1 yearനെക്കാട്ടിലും കൂടുതൽ നിൽക്കാനും പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് അതൊരു ടൂർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ട്രാവലറും ടൂറിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞാൽ, ടൂറിസ്റ്റ് എന്ന് പറയുന്നത് ഒരു മാസ് ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ്. ഓക്കെ, അതായത് ഒരു ടൂറിസം എന്ന് പറയുമ്പോൾ, ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ മാസ് ക്യാരക്ടർ ആണ്. ട്രാവലർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എവിടേക്കെങ്കിലും ഒന്ന് പോയിട്ട് വന്നാലും നമ്മളൊരു ട്രാവൽ ചെയ്തു എന്നാണ് നമ്മൾ പറയുക. ദെൻ ലീഗ് ഓഫ് നേഷൻസ് ഇൻ 1937 റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്താണ്, ദാറ്റ് ടൂറിസം കവേഴ്സ് ദി സോഷ്യൽ ആക്ടിവിറ്റി ഓഫ് ദോസ് ഹു ട്രാവൽ ഫോർ എ പീരീഡ് ഓഫ് 24 hours ഓർ മോർ ഇൻ എ കൺട്രി അതർ ദാൻ ദ വൺ എ പേഴ്സൺ യൂഷ്വലി ലിവ്സ് ഇൻ അല്ലെ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ സാധാരണ യൂഷ്വലി താമസിക്കുന്നതിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോയി 24 മണിക്കൂറിൽ കൂടുതൽ നിൽക്കുമ്പോൾ അതൊരു ടൂറിസം ആയിട്ട് അല്ലെങ്കിൽ ഒരു ടൂർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി റോം കോൺഫറൻസ് ഓൺ ടൂറിസം ഇൻ 1963 ഡിഫൈൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ അതും സെയിം കാര്യം തന്നെയാണ്. ഇതില് ഏതെങ്കിലും ഒരു നല്ല ഡെഫിനേഷനോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊന്ന് പഠിച്ചു വെക്കുക. ദെൻ വിസിറ്റ് ടു എ കൺട്രി അതർ ദാൻ വൺസ് ഓൺ അല്ലെ, നമ്മുടെ സ്വന്തം അല്ലാത്ത വേറെ എവിടെയെങ്കിലും പോകുന്നതിനെയും നമ്മൾ ടൂർ ആണ് എന്ന് നമ്മൾ പറയും അല്ലെ. സോ ടൂറിസം എന്ന് പറയുമ്പോൾ ടെമ്പററി വിസിറ്റ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് 24 മണിക്കൂറെങ്കിലും നമ്മൾ നിന്നിരിക്കണം. ഫോർ ലിഷറോ ബിസിനസിന് വേണ്ടിയിട്ടോ ഫാമിലി കാണാനായിട്ടോ എന്തെങ്കിലും ഒരു മിഷൻ മീറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും പോയ സ്ഥലത്ത് 24 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇരുന്നിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് അതൊരു ടൂറിസം എന്ന് പറയുന്നത്. ഇനി എക്സ്കർഷൻ അല്ലെ, എക്സ്കർഷൻ എന്ന് നമ്മൾ വാക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ എക്സ്കർഷൻ എന്ന് പറയുമ്പോൾ ടെമ്പററി വിസിറ്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ 24 മണിക്കൂർ കൂടുതൽ നിൽക്കുന്നില്ല, ലെസ് ദാൻ 24 മണിക്കൂറേ ഉള്ളൂ. അതായത് 1 day ട്രിപ്പ് ഒക്കെ പോയിട്ട് വരുമല്ലോ, രാവിലെ പോയി വൈകുന്നേരം വരെ, അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു എക്സ്കർഷൻ ആയിട്ട് വരും. ഇനി നമ്മൾ ഈ ടൂറിസ്റ്റുകളെ നമ്മൾ 2 രീതിയിലുള്ള ടൂറിസം പറയുന്നുണ്ട്. ഡൊമസ്റ്റിക് ടൂറിസം ഉണ്ട്, ഇന്റർനാഷണൽ ടൂറിസം ഉണ്ട്. അതൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം. ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അത് ഇന്റർനാഷണൽ ആണ് അല്ലെ. നമ്മളിപ്പോ അബ്രോഡൊക്കെ ടൂർ പോകുന്നുണ്ടെങ്കിൽ അതൊരു ഇന്റർനാഷണൽ ടൂറിസം ആണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ അത് ഡൊമസ്റ്റിക് ടൂറിസം ആയിട്ട് മാറും. ഇനി ഇന്റർനാഷണൽ ടൂറിസത്തിൽ വരുന്ന 2 ടേംസ് ആണ് ഇൻബൗണ്ടും ഔട്ട് ബൗണ്ടും. സോ ഇൻബൗണ്ട് എന്ന് പറയുമ്പോൾ ആരെങ്കിലും നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ അത് ഇൻബൗണ്ട് ആണ്, അല്ലെ, നമ്മുടെ ഉള്ളിലേക്ക് വരിക. അപ്പൊ ഫോറിനേഴ്സ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ വരുമ്പോൾ അത് ഇൻബൗണ്ട് ആണ്. ഔട്ട് ബൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യം വിട്ട് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഔട്ട് ബൗണ്ട് ടൂറിസം ആവും. സോ ആ ഒരു പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവണ്ട. ഇന്റർനാഷണൽ ടൂറിസം എന്ന് പറയുമ്പോൾ ഇൻബൗണ്ടും ഔട്ട് ബൗണ്ടും വരും. ക്യൂബയിൽ നിന്ന് ഇന്ത്യക്ക് വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ക്യൂബയ്ക്ക് പോകുമ്പോൾ ക്യൂബക്കാർക്കാണ് അത് ഇൻബൗണ്ട് ആവുന്നത്.
സോ അങ്ങനെ നമ്മൾ ചെന്നൈയിൽ നിന്ന് ശ്രീനഗർ അല്ലെങ്കിൽ നമ്മുടെ സെയിം രാജ്യത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയുള്ള ഏതെങ്കിലും 2 സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അത് ഡൊമസ്റ്റിക് ടൂറിസം ആയിട്ട് മാറും. ഇനി ടൂറിസ്റ്റ് അല്ലെ, ടൂറിസം എന്താന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ടൂർ നടത്തുന്ന ആ ആൾ തന്നെയാണ് ആര് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. So tourist profiling involves understanding the tourist demographics including region, nationality, social, economic status, age and sex. സോ ഒരു മനുഷ്യനാണ് അല്ലെ, അത് ഇത്ര ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇങ്ങനെയുള്ള അയാളുടെ ഈ കാര്യങ്ങളെല്ലാം, അയാളുടെ റിലീജിയനും കാര്യങ്ങളും അയാളുടെ ഡീമോഗ്രഫിക്സും അങ്ങനെ അയാളുടെ ഒരു നാഷണാലിറ്റിയും അയാളുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അയാൾക്ക് അനുസരിച്ച് നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അവരുടെ നീഡ്സും പ്രിഫറൻസും അല്ലെ, ഇപ്പൊ ഒരു ഫോറിൻ നിന്നൊക്കെ ഒരു ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് എന്താണോ നമ്മുടെ നാട്ടിൽ കാണേണ്ടത്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് ആ ഗൈഡ് അവരെ കൊണ്ടുപോയിട്ട് എല്ലാം കാണിച്ചു കൊടുക്കും. സോ നമ്മുടെ ലോക്കൽ ആക്ടിവിസ്റ്റിന് അതുപോലെ ഇന്റർനാഷണൽ ഗ്രൂപ്പ്സിനൊക്കെ അങ്ങനെ അതെല്ലാം മനസ്സിലാക്കുന്നതിലൂടെ ഈ ഒരു ആക്ടിവിറ്റി അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങും ആ ഒരു ഇൻഡസ്ട്രി കൺട്രോളും, നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് വരുന്നത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് അല്ലെ നമ്മുടെ രാജ്യത്തിന് ടൂറിസം എന്ന് പറയുന്നത്. ഇനി ട്രാവലർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ടൂറിസ്റ്റ് അല്ല, ടൂറിസ്റ്റ് എന്ന് പറയുന്നത് മാസ്സായിട്ടുള്ള ക്യാരക്ടർ ആണെന്ന് പറഞ്ഞു. ട്രാവലർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ എങ്ങനെ വേണമെങ്കിലും റെയിലിലോ റോഡിലോ ഒരു സ്ഥലത്ത് നിന്ന് എവിടെങ്കിലും പോയിട്ട് വന്നാൽ നമ്മളൊരു ട്രാവലർ ആയിട്ട് മാറും. അത് ഏത് പർപ്പസിന് വേണ്ടിയിട്ടും ട്രാവൽ ചെയ്യാൻ, നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് പറയുമ്പോൾ അതൊരു ലിഷർ പർപ്പസ് ആണ്. ആരെങ്കിലും ഓഫീസ് വർക്കിന് പോകുമ്പോൾ അതൊരു ബിസിനസ് പർപ്പസ് ആവും. അങ്ങനെ ഏത് രീതിയിലും ആ ഒരു ട്രാവലിംഗ് വരും. ഇനി വിസിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും പോയി വിസിറ്റ് ചെയ്യുക, പേഴ്സണെ കാണാനൊക്കെ പോകുമ്പോൾ അതൊരു വിസിറ്ററായി മാറുന്നു. ഇനി എക്സ്കർഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്കർഷൻ നടത്തുന്ന ആളാണ് എക്സ്കർഷനിസ്റ്റ്. അതൊരു ഷോർട്ട് ജേർണി, നമ്മൾ പറഞ്ഞു 1 ഡേ ട്രിപ്പ് ഒക്കെ 24 മണിക്കൂറിൽ കുറവുള്ള ട്രിപ്പ് നടത്തുന്നതാണ് എക്സ്കർഷൻ എന്ന് പറയുന്നത്. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഉണ്ടാകും. ജസ്റ്റ് അവിടെ പോവുക വരിക, വേറെ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലം കാണാൻ പോക്കോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു സൈറ്റ് സീയിങ്ങോ ഒരു സ്പെസിഫിക് പർപ്പസ് ആണ്. അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് തിരിച്ചും വരും. അപ്പൊ ടൂറിസ്റ്റും എക്സ്കർഷനിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എക്സ്കർഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഷോർട്ട് ട്രിപ്പ് ആണ്. അവർ പോയി ആ ഒരു സ്പെസിഫിക് പർപ്പസ് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും. ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ ലാർജ് ആയിട്ടുള്ള ഒരു മാസ് ക്യാരക്ടറാണ് അയാള്. ഇപ്പോൾ നമ്മളെ 1 വീക്കിന്റെ ടൂറോ 1 മന്തിന്റെ ടൂർ വരെ ആവാം. പോയി ആ നാട്ടിലുള്ള സകല സ്ഥലങ്ങളും കണ്ട് അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഫുഡും എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കുറെ കാലം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരുള്ളൂ. ഇനി ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പാസ് ത്രൂ അല്ലെങ്കിൽ ആ ഒരു അക്രോസ് എ പ്ലേസ് ടു സംവെയർ എൽസ്, ആ ഒരു പോകുന്ന വഴി ഉണ്ടല്ലോ, അതാണ് ഒരു ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്നൊക്കെ പറയില്ലേ, ആ സ്ഥലത്ത് നിന്ന് എത്തുന്ന സ്ഥലം വരെ ഇൻ ബിറ്റ്വീൻ ആ വന്നുകൊണ്ടിരിക്കുന്ന ഇതിനെയാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ദെൻ പിൽഗ്രിം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം തീർത്ഥാടനം അല്ലെ. ഇപ്പൊ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ ഓരോരോ മാസം അതാത് സ്ഥലത്ത് തീർത്ഥാടനം പോണവരൊക്കെ ഉണ്ടാവും. ഇപ്പോ കൊട്ടിയൂര് അല്ലെ, അത് കഴിഞ്ഞു, ഈയിടെ വൈശാഖോത്സവം കഴിഞ്ഞു. ഇനിയിപ്പോ കർക്കിടക മാസം തുടങ്ങിയാൽ നമ്മള് നാലമ്പലത്തേക്ക് പോവും. അങ്ങനെ മറ്റേ അങ്ങനെ ഓരോരുത്തർ അല്ലെ, എല്ലാ റിലീജിയനിലും അവരവരുടേതായിട്ടുള്ള അമ്പലങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട്. ആ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് അതാത് മാസം എല്ലാ റിലീജിയനും കേട്ടോ, ഒരാൾ മാത്രമല്ല എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഇതിലേക്ക് പോകുന്നുണ്ട്. സോ ഇതൊക്കെ ഒരു പിൽഗ്രിം ആണ് അല്ലെ, ഒരു റിലീജിയസ് റീസൺസിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇനി ഹോട്ടൽസ് ആണ്. ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇനിയിപ്പോ ടൂർ എന്താന്നൊക്കെ മനസ്സിലായി. നമ്മൾ ടൂർ പോകുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ അക്കോമഡേഷൻ. അത് നടത്തുന്നത് മെയിൻ ആയിട്ട് ഹോട്ടലിൽ തന്നെയായിരിക്കും. റിസോർട്ടോ ഹോട്ടലൊക്കെ ആവും. അവിടെ നിന്നാണ് അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത്. സോ റെസ്റ്റോറൻറ്റ്സ്, ബാർസ്, മീറ്റിംഗ് റൂം, ബാങ്കറ്റ് ഹാൾസ്, ഹെൽത്ത് ക്ലബ്ബ്, സ്വിമ്മിംഗ് പൂള്, സ്പാ, ഇതെല്ലാം ഉള്ള ഹോട്ടൽസും റിസോർട്ട് പോലെയുള്ളതൊക്കെ അവൈലബിൾ ആണ് നമുക്ക്. സോ ബഡ്ജറ്റ് ക്ലാസ്സിലുണ്ട്, ലക്ഷറി വേണമെങ്കിൽ അതുണ്ട്. ഇനി അതുപോലെ ഹോട്ടൽ സ്റ്റേ, നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ അമനിറ്റീസ് എന്തൊക്കെ വേണം അതിനനുസരിച്ച്. ഇപ്പൊ നമ്മളൊരു ബിസിനസ് ടൂർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മീറ്റിംഗ് റൂംസും അങ്ങനെയുള്ള ബാങ്കറ്റ് ഹാളൊക്കെ ഉള്ള ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ റിസോർട്ടൊക്കെ ആയിരിക്കും ആവശ്യം. സോ അതിനനുസരിച്ച് നമ്മൾ ബുക്ക് ചെയ്യും. ജസ്റ്റ് ലിഷർ ആണെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണെങ്കിൽ സ്പാവും ജിമ്മും പൂളൊക്കെ ഉള്ള ഒരു ഹോട്ടലായിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുക. സോ അതിനനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് നമ്മൾ അത് ചേഞ്ച് ചെയ്യും. ഇനി ലോഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി നമ്മൾ ഒരു അതായത് ഹോട്ടൽസിനെക്കാട്ടിലും കുറച്ച് പൈസ കുറവായിരിക്കും. കമ്പയർ ടു എ ഹോട്ടൽ വില കുറവായിരിക്കും, റീസണബിൾ പ്രൈസ് ആയിരിക്കും, മിനിമം ഫെസിലിറ്റീസ് ആയിരിക്കും. ഇപ്പൊ ഹോട്ടലിൽ നമ്മൾ പറഞ്ഞ അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ടാവണം എന്നില്ല, കുറച്ച് കുറവായിരിക്കും. എന്തായാലും അത്യാവശ്യം നല്ലൊരു സ്റ്റേ നമുക്ക് അവിടെ കിട്ടും.
സോ ലോഡ്ജ് ഒക്കെ മെയിൻ ആയിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ, സിറ്റി സെന്റേഴ്സ് അവിടെയൊക്കെ ആയിരിക്കും. മെയിൻ ആയിട്ട് ഈ വണ്ടി ഇറങ്ങി വരുന്നവർക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ ഇനി വയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ മുറിയെടുത്ത് താമസിക്കുമല്ലോ. ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീക്കുക, ഫ്രഷ് ആവുക, അതൊക്കെ മാത്രമേ ആവശ്യമുള്ളൂ. മറ്റേ ഹോട്ടലോ റിസോർട്ടോ പോലെ മറ്റുള്ള അമെനിറ്റീസ് ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ മൗണ്ടെയിൻസും റിസോർട്ട്, നാഷണൽ പാർക്ക് എല്ലാം അവിടെയും ഈ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. ലോഡ്ജ്. ഇനി റെസ്റ്റോറന്റ് ആണ്. റെസ്റ്റോറന്റ് ഒക്കെ നമുക്ക് അറിയാം എന്താണ്, നമ്മൾ ഫുഡും ഡ്രിങ്കും ഒക്കെ സെർവ് ചെയ്യുന്നതാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. നമ്മൾ റെസ്റ്റോറന്റിലെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് കഴിക്കാം, അല്ലെങ്കിൽ അവിടുന്ന് എടുത്തുകൊണ്ടും വരാം അല്ലെ. ഡൈൻ ഔട്ടും എല്ലാം ഉണ്ട്. ഇനി ഈറ്ററി എന്ന് പറയുമ്പോഴും നമ്മൾ ഈ റെസ്റ്റോറന്റ് പോലെ തന്നെയാണ്, ഒരു കഫേ ഒക്കെ പോലെ കുറച്ച് ചെറിയ ഇങ്ങനെ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളതാണ് ഈ ഈറ്ററീസ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് എയർപോർട്ടിലും അല്ലെങ്കിൽ കുറച്ച് ജോയിന്റ്സ് ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈറ്ററീസ്. ദെൻ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഒക്കെ പീപ്പിൾസിന് നല്ല രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതാണ്. അതായത് നമുക്ക് കുറെ സൗകര്യങ്ങൾ മാത്രം പോരാ, അതൊക്കെ അവർക്ക് ഈസിലി ആക്സസിബിൾ ആയിരിക്കണം, എന്നാലേ അവർ അതൊക്കെ നന്നായി യൂസ് ചെയ്യുള്ളൂ. സോ ആർക്കെങ്കിലും ഇപ്പൊ വയ്യാത്തവർ വരെയാണ്, ഫിസിക്കലി ഹാൻഡിക്യാപ്പ്, ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളത്, സീനിയർ സിറ്റിസൺസ് ആണ്, ചെറിയ കുട്ടികളാണ്, ഇവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഒന്ന് ആക്സസ് ചെയ്യാൻ. സോ അവർക്കൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ആക്സസിബിലിറ്റിയിൽ വരുന്നത്. സോ ഫിസിക്കൽ അഡാപ്റ്റേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ റാംസ്, ഇലവേറ്റേഴ്സ് അല്ലെ, പടി കയറാൻ വയ്യാത്തവർക്ക് റാംസും ലിഫ്റ്റോ അല്ലെങ്കിൽ എസ്കലേറ്റർ, ഇലവേറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റെസ്റ്റ് റൂം പ്രൊവൈഡ് ചെയ്യുക, ഡോർവേ, അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തുക, ഇതൊക്കെ ഫിസിക്കൽ അഡാപ്റ്റേഷൻസിൽ വരുന്നതാണ്. ഈ ഡിജിറ്റൽ ആക്സസിബിലിറ്റിയിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റും ആപ്സ് ഒക്കെയാണ്. അതായത് ഡിസബിലിറ്റി ഉള്ളവർക്ക് വെബ്സൈറ്റ് വഴി പെട്ടെന്ന് ബുക്ക് ചെയ്ത് കയറുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ഡിജി യാത്ര, എയർപോർട്ടിലൊക്കെ ഡിജി യാത്ര അല്ലെ, ചെക്ക് ഇൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ ഒരുപാട് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മളിപ്പോ കുറെ പേര് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കൂടെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി അമെനിറ്റീസ് ആണ്. അമെനിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടൂറിസത്തിൽ വരുന്നത് എക്സ്ട്രാ ഫെസിലിറ്റീസ് ആണ്. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ ഫെസിലിറ്റീസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എല്ലാ അത്യാവശ്യം നല്ല 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 5 സ്റ്റാർ ഹോട്ടൽസ്, റിസോർട്ടിലെല്ലാം എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. എന്നാലും ഈവൻ 3 സ്റ്റാറും എല്ലാം അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് തരാനായിട്ട് ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളും ജിമ്മും സ്പാവും ഫ്രീ വൈഫൈയും ഇൻറൂം കോഫി മേക്കർ അല്ലെ, അതൊക്കെ എല്ലാ ഹോട്ടലിലും ഇപ്പൊ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ഫ്രിഡ്ജ് ഉണ്ട്, അതുപോലെ നമുക്കൊരു വീട് പോലെ ഏകദേശം പെരുമാറാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. റീക്രിയേഷൻ എന്ന് പറയുമ്പോഴും നമ്മളറിയാം, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെ, ആ റിസോർട്ടൊക്കെ ആണെങ്കിൽ ഫ്രീ ടൈമിൽ എൻജോയ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ഒരുക്കി തരുന്ന സൗകര്യങ്ങളാണ്. സോ നമ്മളിപ്പോ ചില സ്ഥലങ്ങളിൽ റിസോർട്ട് നമ്മളെ ഉള്ളിൽ, ആ റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ആ ഒരു സൈറ്റിൽ അവിടുന്ന് സൈറ്റ് സീയിങ് കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ ചില ഹിൽ സ്റ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയാൽ ഒരുപാട് കാണാനൊന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷെ എന്താ, നമ്മൾ ആ റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള റിക്രിയേഷൻ ഫെസിലിറ്റീസ് ഒരുക്കുന്ന ആക്ടിവിറ്റീസ്, നമ്മൾ ഈ സ്റ്റേക്കേഷൻ ഒക്കെ പോയി നിൽക്കുന്ന പോലെ പോകുമ്പോൾ നമുക്കത് ഉപകാരമാവും. ദെൻ ലിഷർ ടൂറിസം എന്ന് പറയുന്നത് നമ്മൾ ഫണ്ട് റിലാക്സേഷൻ ഒക്കെ വേണ്ടിയിട്ട് പേഴ്സണൽ എൻറിച്ച്മെന്റിന് വേണ്ടി ചെയ്യുന്നതാണ്. അഡ്വഞ്ചർ ടൂറിസം, കൾച്ചറൽ ടൂറിസം, എക്കോ ടൂറിസം ഒക്കെ അതിന്റെ എക്സാമ്പിൾസ്. ഇനി അട്രാക്ഷൻ ആണ്. അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ചില സ്ഥലങ്ങൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് അട്രാക്റ്റഡ് ആയിട്ട് പോകണമെന്ന് തോന്നും അല്ലെ. സോ അങ്ങനെയുള്ള ഇവന്റ്സും പ്ലേസസോ അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ഒക്കെയാണ് അട്രാക്ഷനിൽ വരുന്നത്. ചിലപ്പോൾ അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി കൊണ്ടോ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് കൊണ്ടോ അമ്യൂസ്മെന്റ് വാല്യൂ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നമുക്ക് അവിടെ പോകണമെന്ന് അട്രാക്ഷൻ തോന്നുകയാണെങ്കിൽ നമുക്ക് അതൊരു ടൂർ ആയിട്ട് പ്ലാൻ ചെയ്യാം. ഇപ്പൊ ബീച്ച്, മൗണ്ടൈൻ, ട്രോപ്പിക്കൽ ഐലൻഡ്സ്, റിസോർട്ട്, ഡെസേർട്ട്, നാഷണൽ പാർക്ക്, ആർട്ട് ഗാലറീസ്, അക്വേറിയ, ഇങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. പോണം, എവിടെയാണോ പോവാൻ താല്പര്യം അവിടെ നമ്മൾ പോകുന്നു. ഇനി ടൂറിസം പ്രോഡക്റ്റ് ആണ്. സോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കസ്റ്റമറിന്റെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. സോ ടൂറിസം ഇൻഡസ്ട്രിയിലെ ടൂറിസം പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ടൂർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അയാളുടെ ആഗ്രഹങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന, അയാളുടെ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തും ടൂറിസം പ്രൊഡക്റ്റ് ആയിട്ട് മാറും. സോ ടൂറിസം പ്രൊഡക്റ്റ് ഷുഡ് ഹാവ് ഓൾ ദ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ടൂറിസം. അപ്പൊ 5 A's ഓഫ് ടൂറിസം ആണ് അതിൽ വരുന്നത്. ആക്സസിബിലിറ്റി, അക്കോമഡേഷൻ, അമനിറ്റീസ് ആൻഡ് അട്രാക്ഷൻ.
ദെൻ റിസോഴ്സ് ആണ്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഓൾ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് അട്രാക്ഷൻസ് ഉണ്ട്. നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത്, നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തരാനായിട്ട് അവര് ഒരുക്കുന്ന തരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ മാൻമെയ്ഡ് ആയിട്ടും ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ആ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ആൾക്കാർ ചെയ്തു വെക്കുന്നുണ്ട്. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലോറ, ഫോണ, ക്ലൈമറ്റ്, ലാൻഡ് ഫോംസ്, ജിയോഗ്രഫിക്കൽ ആ ഒരു സ്ട്രക്ചറും ഫീച്ചേഴ്സും ഒക്കെ അതിൽ വരും. മാൻമെയ്ഡ് ആകുമ്പോൾ ചില കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അല്ലെ, അതുപോലെ എന്റർടൈൻമെന്റ്, റിക്രിയേഷൻ ഒക്കെ മാൻമെയ്ഡ് ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയാല് അവിടെ ആ ഒരു കരിങ്കല്ലിൽ തീർത്ത ടെമ്പിൾസ് ഒക്കെയാണ് അല്ലെ കൂടുതൽ, മഹാബലിപുരം അല്ലെങ്കിൽ അതൊക്കെ എന്താ മാൻമെയ്ഡ് ആണ്. പാലസ് ഒക്കെ കാണാൻ പോകുമ്പോൾ ഇപ്പൊ പാലസുകൾ മൈസൂരിലൊക്കെ പോയാൽ മൈസൂർ പാലസ് ഒക്കെ ഉണ്ട്, അതൊക്കെ മാൻമെയ്ഡ് ആണ്. പക്ഷെ എന്താ, ടൂറിസ്റ്റ് സ്പോട്ടുമാണ്. ഇനി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ടൂറിസത്തിന്റെ മാർക്കറ്റ് ആണ് കേട്ടോ. ടൂറിസം മാർക്കറ്റ് ഇൻക്ലൂഡ്സ് ദ ഗ്ലോബൽ ഇൻഡസ്ട്രി ഫെസിലിറ്റേറ്റിംഗ് ട്രാവൽ ഫോർ ബിസിനസ്, ലിഷർ ആൻഡ് അതർ പർപ്പസ് ആണ്. സോ അതായത് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും അതിന്റെ അട്രാക്ഷൻസും ടൂർ ഓപ്പറേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് തന്നെയാണ് ടൂറിസം മാർക്കറ്റ് എന്ന് പറയുന്നത്. ട്രാവൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈസ് പ്രൊജക്റ്റഡ് ടു റീച്ച് $125 ബില്യൺ ബൈ ഫിനാൻഷ്യൽ ഇയർ 2027 എന്നാണ് പറയുന്നത്. അത്രയും ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. That is, international tourist arrivals is expected to reach 30.5 million by 2028. ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളുടെ വരവ് ഒരുപാട് കൂടുന്നുണ്ട്. സോ ഇത്രയും വരുമാനം നമുക്ക് അതെല്ലാം കിട്ടും എന്നൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട്. ഇനി ഇൻഡസ്ട്രിയാണ്. സോ ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു സർവീസ് ഇൻഡസ്ട്രി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് പ്രൊഡക്ട്സും സർവീസസ് ടു ട്രാവലേഴ്സ് സെർവ് ചെയ്യുന്നത് തന്നെയാണ് അല്ലെ. സോ അക്കോമഡേഷനും ഫുഡും ട്രാൻസ്പോർട്ടേഷനും അങ്ങനെ എന്റർടൈൻമെന്റ് ഒക്കെ തന്നെയാണ് നമുക്ക് തരുന്നത്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബോത്ത് എ സൈറ്റ് ആൻഡ് ആൻ ഇവന്റ്, ആൻഡ് ദീസ് ടു ഫാക്ടേഴ്സ് ആർ ദി അട്രാക്ഷൻസ് അല്ലെ. സോ ലൊക്കേഷൻ എക്സസൈസസ് അപ്പീൽ ലൈക്ക് ദ ഷിംല ഹിൽസ്, കേരള കോസ്റ്റ് ലൈൻ ഓർ ദി ഖജുരാഹോസ് ടെമ്പിൾ കോംപ്ലക്സ്. ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ സൈറ്റുകൾ ഉണ്ടാവും ഓരോരോ നാടിലും. അതൊക്കെ നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അവിടേക്ക് നമ്മൾ വിസിറ്റ് നടത്തുന്നു. ഇനി ചില സ്ഥലങ്ങളിൽ ഇവന്റ് ആയിരിക്കും അട്രാക്റ്റഡ് ആവുക, ചില സ്ഥലങ്ങളിൽ ആ സൈറ്റ് ആയിരിക്കും ഏറ്റവും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഷിംലയിലെ ആ ഹില്ലും അതുപോലെ കേരള കോസ്റ്റ് ലൈൻ ഒക്കെ അതൊക്കെ സൈറ്റ് ആണ്, കാണാനുള്ള ഭംഗിയാണ്. ഇനി ചില സ്ഥലത്ത് ചില ഇവന്റ്സ് നടക്കും, ആ ഇവന്റ്സ് കാണാനും ഇവന്റ്സിലും ആൾക്കാർ അട്രാക്റ്റഡ് ആയിട്ട് കാണാൻ വരും. അതിലൊരു ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ വള്ളംകളി, ബോട്ട് റേസ്. അതൊരു ഇവന്റ് ആണ്, അല്ലാണ്ട് അതൊരു സൈറ്റോ അതൊരു സ്ഥലമോ ഒന്നും അല്ല അല്ലെ. ആ സമയത്ത് അതിപ്പോ ഓണാവാറായി, ഇപ്പൊ നമുക്ക് വള്ളംകളികൾ വരാറായിട്ടുണ്ട്. ഇതിപ്പോ ഈ മാസം തന്നെ ഒന്ന് നടക്കും. സോ നെഹ്റു ട്രോഫി വരുന്നുണ്ട് അല്ലെ, അടുത്ത് വരുന്നുണ്ട്. സോ അതൊക്കെ കാണാൻ ഒരുപാട് ഫോറിനേഴ്സ് വരാറുണ്ട്. അതുപോലെ കൊണാർക്കിൽ ഡാൻസ് ഫെസ്റ്റിവൽ നടക്കും, ദി എലിഫന്റ് മാർച്ച്, അല്ലെങ്കിൽ നമ്മുടെ എലിഫന്റ് മാർച്ച് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആനയൊക്കെ വരുന്നുണ്ടല്ലോ ടെമ്പിൾ ഫെസ്റ്റിവലിലൊക്കെ ആനയൊക്കെ എഴുന്നള്ളിക്കുന്നതിനെ ആയിരിക്കും പറയുന്നത്. സോ അതൊക്കെ ഒരു ഇവന്റ്സ് ആയിട്ടാണ്. ഇതെല്ലാം കാണാനും ഇതൊക്കെ ഡെസ്റ്റിനേഷൻസിൽ വരുന്നതാണ് കേട്ടോ. അതായത് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സൈറ്റ് മാത്രമല്ല ഇവന്റ്സും കൂടിയാണ് എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനിയുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ ചാപ്റ്റർ. സോ ഇതിന്റെ കണ്ടിന്യൂഷൻ കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും വായിക്കണം. സോ അതുവരെ എല്ലാവർക്കും താങ്ക് യു.